ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മഹേഷിനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് രചന വിശ്വസിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രചന പറയുകയാണ്, ഇവിടെ മഹേഷിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല, ആദ്യം വിവരം കേട്ട് വന്നത് ഞാൻ തന്നെയാണ് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ മഹേഷ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ ഇവിടെ ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല, ആദ്യം എത്തിയത് നീ തന്നെയാണല്ലേ രചന എന്ന് ചോദിച്ചാൽ അതെ ഞാൻ തന്നെയാണ് എത്തിയത് എന്ന് പറയുക. അപ്പോൾ എനിക്കിങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നു എന്ന് നിനക്ക് നേരത്തെ അറിയാമായിരുന്നോ? ഇത് കേട്ടപ്പോൾ രചന ഒന്ന് പകച്ചു നിന്നുപോയി. എന്ത് പറയണമെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥ. കാരണം രചനയ്ക്ക് അറിയാമായിരുന്നല്ലോ, രചന മഹേഷിനെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നതാണല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ മഹേഷ് കണ്ടിട്ടുണ്ടോ എന്നൊരു പേടിയാണ്. അപ്പോൾ മഹേഷ് എന്താ മഹേഷ് അങ്ങനെ ചോദിച്ചത്? അല്ല, നീ ഇവിടെ നേരത്തെ എത്തിയെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ നിനക്ക് നേരത്തെ അറിയാമായിരിക്കും എനിക്ക് അപകടം പറ്റുമായിരുന്നു എന്ന്, അതുകൊണ്ടായിരിക്കും നീ നേരത്തെ ഇവിടെ എത്തിയത്. മഹേഷ് അങ്ങനെയൊന്നും പറയരുത്, എനിക്ക് അറിയാനൊന്നും പാടില്ലായിരുന്നോ? മഹേഷിൻ്റെ വണ്ടി ആക്സിഡൻ്റ് ആയല്ലോ, ആ സമയത്ത് വണ്ടിയിൽ നിന്ന് ആംബുലൻസിലേക്ക് കയറ്റിക്കൊണ്ടു പോകുന്ന രംഗങ്ങൾ ആദിയുടെ ബസ് ഡ്രൈവറാണ് കണ്ടത്. അങ്ങനെയാണ് അയാൾ എന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞത്. ആ നിമിഷം തന്നെ ഞാനിവിടെ ഓടിയെത്തി. മഹേഷിന് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചു. ഇവിടെ മഹേഷിന് വേണ്ടി ഞാൻ കാവലിരിക്കുകയായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ആരും ഉണ്ടായിരുന്നില്ല മഹേഷേ. ഇതെല്ലാം നേഴ്സുമാരോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യക്തമായിട്ട് അറിയാനായിട്ട് പറ്റും മഹേഷേ. ഏതായാലും മഹേഷ് രക്ഷപ്പെട്ടല്ലോ, അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് മഹേഷേ. അത്രയ്ക്കും ഞാനും എൻ്റെ മകനൊക്കെ കരഞ്ഞ് പ്രാർത്ഥിച്ചായിരുന്നു എന്നൊക്കെ രചന അവിടെ കിടന്ന് മെഴുകി അങ്ങോട്ട് സംസാരിക്കുകയാണ്. പക്ഷേ മഹേഷിനറിയാലോ രചന എത്രത്തോളം ഉള്ള ആളാണെന്ന് മഹേഷിന് നന്നായിട്ട് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ മഹേഷ് അത് വലിയ കാര്യമാക്കാനും നിൽക്കുന്നില്ല. ഇപ്പോൾ പറയുന്നത് മുഴുവൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. ആ സമയത്ത് നേഴ്സ് വന്ന് പറയുകയാണ്, മേഡം ഇതുവരെ പോയില്ലേ മേഡം ഇങ്ങനെ സാറെ കൊണ്ട് സംസാരിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാകും മേഡം. അയ്യോ, അതിന് മഹേഷ് സംസാരിച്ചൊന്നുമില്ല, ഞാനാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുക. പക്ഷെ എന്നാലും ഡോക്ടർ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പണി പോകും, അതുകൊണ്ട് മേഡം ഒന്ന് പോകാൻ നോക്ക് പുറത്തേക്ക്, അല്ലെങ്കിൽ വലിയ പ്രശ്നമാകും മേഡം. ശരി മഹേഷേ, എങ്കിൽ പിന്നെ ഞാൻ പോവാണെന്ന് പറഞ്ഞുകൊണ്ട് രചന ഇങ്ങനെ പോകാനായിട്ട് തുടങ്ങുന്ന ആ സമയത്ത് മഹേഷ് വിളിക്കേണ്ട, രചന ഒന്ന് നിന്നേ, എനിക്ക് രചനയോട് ചില കാര്യങ്ങളെല്ലാം പറയാനുണ്ട് എന്ന് മഹേഷ് പറയുക. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് നേഴ്സാണെങ്കിൽ, സാറിങ്ങനെ സംസാരിക്കല്ലേ സാറിൻ്റെ അത് ഹെൽത്തിന് വലിയ പ്രശ്നമാവും സാറേ, അതുകൊണ്ട് വേണ്ട സാറ് സംസാരിക്കരുത് സാറേ, പ്ലീസ് സാറേ എന്നൊക്കെ പറയുക. അപ്പോൾ നമ്മുടെ രചനയാണെങ്കിൽ, അയ്യോ മഹേഷ്, ഞാനിവിടുന്ന് പോകുന്നത് മഹേഷിന് തീരെ ഇഷ്ടമല്ല, വളരെ സങ്കടമായ കാര്യമാണ്, അതുകൊണ്ടാണ് മഹേഷ് എന്നോട് ഇവിടെ നിൽക്കാനായിട്ട് പറഞ്ഞത് എന്ന് രചന സ്വയം അപ്പോൾ ഈ മഹേഷിനാണെങ്കിൽ ഒരു പുച്ഛ ചിരിയാണ് അവിടെ ഉണ്ടായത്. ഞാൻ ഏതായാലും പോവാണ് മഹേഷ് കൂടുതൽ സംസാരിക്കേണ്ട, ഇനിയും ഞാൻ മഹേഷിനെ കാണാൻ വേണ്ടി വരും എന്നും പറഞ്ഞുകൊണ്ട് രചന അവിടുന്ന് പോകാനുള്ള ശ്രമത്തിലാണ്. ഈ സമയം തന്നെ ഐസിയുടെ പുറത്ത് നിന്നിട്ട് നമ്മുടെ രാമനാണെങ്കിൽ കലി വരികയാണ്. നീ എന്തിനാണ് ഇഷിത മോളെ അവൾ അങ്ങോട്ട് അകത്തേക്ക് കയറ്റി വിടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? എത്ര നേരമായി കയറിപ്പോയിട്ട്, ഇതുവരെയായിട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടില്ല. അതെ ഇഷിത കയറി അങ്ങോട്ട് ചെന്നണ്ടേ, അല്ലെങ്കിൽ മഹേഷിന് സ്വസ്ഥത കൊടുക്കില്ല അവൾ എന്നും പറഞ്ഞുകൊണ്ട് ഇഷിത കയറി ചെല്ലാൻ പോകുന്ന സമയത്താണ് ഐസിയിൽ നിന്ന് നമ്മുടെ രചന ഇറങ്ങി വരുന്നത്. അപ്പോൾ രചന പറയാം, ഞാൻ മഹേഷിനെ കണ്ടു, ഒരുപാട് സന്തോഷമായി, ഞാൻ മഹേഷിനെ കാണാതെ പോയിരുന്നെങ്കിൽ നഷ്ടമായാനായിരുന്നു. അപ്പോൾ രാമൻ ചോദിക്കണം, ആർക്കും നഷ്ടമായനായിരുന്നെന്ന്? മഹേഷിനാണോ അല്ലെങ്കിൽ നിനക്കാണോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും നഷ്ടമായനായിരുന്നു. മഹേഷ് എന്നോട് മനസ്സ് തുറന്ന് സംസാരിച്ചു, മഹേഷിനോട് ഞാൻ സംസാരിച്ചു, മഹേഷിന് എല്ലാം ഞാൻ ബോധ്യമാക്കി കൊടുത്തിട്ടുണ്ട്, ഇവിടെ എന്താണ് നടന്നത്, ആരൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ സകലമാന കാര്യങ്ങളും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മഹേഷിന് എന്ത് മനസ്സിലായെന്നാണ് എന്ന് ഇഷിത ചോദിക്കുകയാണ്. അതൊക്കെ ഞാൻ പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മഹേഷിനെ കൊണ്ടുവരുമ്പോഴേ മഹേഷ് ആരാണ് എന്താണെന്നൊന്നും ഒരു പിടിയില്ലായിരുന്നു. ഒരു കമ്പനിയുടെ വലിയ CEO ആണ്, എന്നിട്ട് പോലും മഹേഷിനെ ആർക്കും തിരിച്ചറിയാനായിട്ട് സാധിച്ചില്ലായിരുന്നു. മഹേഷിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് കണ്ടിട്ടാണ് മഹേഷ് എന്നുള്ളൊരു പേര് പോലും ഇവർക്ക് മനസ്സിലായത്. അതിനുശേഷമേ മഹേഷ് ഇങ്ങനെ ജീവനോടെ ഇരിക്കുന്നുള്ളതിന് കാരണം അത് ഞാൻ തന്നെയാണ് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ നമ്മുടെ ഇഷിതയ്ക്ക് ഒരു പുച്ഛം തോന്നുകയാണ്. നീയോ എന്ന് ചോദിക്കുകയാണ്. അതെ ഞാൻ തന്നെയാണ് എന്ന് പറയാം. കാരണം മഹേഷിനെ ഓപ്പറേഷൻ പെട്ടെന്ന് നടത്തണം, മഹേഷിൻ്റെ ഓപ്പറേഷൻ പെട്ടെന്ന് നടത്തിയില്ലെങ്കിൽ ജീവന് തന്നെ ആപത്താകും. അതുകൊണ്ട് ആരെങ്കിലും ഉണ്ടോ മഹേഷിൻ്റെ പരിചയക്കാർ, അവരൊന്ന് വന്ന് സൈൻ ചെയ്യ്, അല്ലെങ്കിൽ ഭാര്യ വന്ന് സൈൻ ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴേക്കും മഹേഷിൻ്റെ ഭാര്യയുടെ സ്ഥാനത്ത് കോളത്തിൽ സൈൻ ചെയ്തത് അത് ഞാനാണ് എന്ന് രചന തുറന്നടിച്ച് പറയുകയാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഇഷിത ഒരു ചിരിച്ചിട്ട് തന്നെ, രചന നീ എന്നെ വലിയ ഷോ കാണിക്കുവാണ് രചന, ഒരു വലിയൊരു അപകടത്തിൽപ്പെട്ട ഒരാൾ
പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെയ്യണം. രക്ഷപ്പെടുത്തണമെങ്കിൽ ആരെ സൈനൊന്നും ഡോക്ടർമാർ അന്വേഷിക്കില്ല. ആ പേഷ്യൻറ്റിൻ്റെ ജീവൻ രക്ഷിക്കാൻ മാത്രമേ ഡോക്ടർമാർ ചിന്തിക്കുള്ളൂ. അത് നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല എനിക്ക്. പിന്നെ നീ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ നിന്നോട് പറഞ്ഞെന്നേ ഉള്ളൂ. പറഞ്ഞ മനസ്സിലായല്ലോ രചന എന്നിങ്ങനെ പറഞ്ഞപ്പോഴേക്കും രചന ഒന്നും മിണ്ടാത്തൊരവസ്ഥയിലായി പോവുകയാണ്. അതുകൊണ്ട് കൂടുതൽ ഷോ കാണിക്കാൻ ഇവിടെ നിൽക്കരുത് എന്ന് പറഞ്ഞപ്പോൾ രാമനാണെങ്കിൽ നീ എന്തിനാ ഇവിടെ വീണ്ടും കാവലായിട്ട് നിൽക്കുന്നത്, ഇറങ്ങിപ്പോടി ഇവിടെ നിന്ന് പറയാ. അപ്പോഴേക്കും നമ്മുടെ ആദ്യം വന്നിട്ട് മമ്മിയുടെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത് മമ്മി, ഇതിനാണോ മമ്മി ഡാഡിയെ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയത്? ഇതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു മമ്മി? വേണ്ട മമ്മി, മമ്മി ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത് എന്നിങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും എടാ ഞാൻ പ്രശ്നം ഉണ്ടാക്കാനോ? എനിക്ക് അവകാശപ്പെട്ടതാണ് ഞാൻ ഈ കാണിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. നിന്റെ അച്ഛനാണ് അകത്ത് ഇത്രയും അവസ്ഥയായിട്ട് കിടക്കുന്നത്. പക്ഷേ ആ ഭാര്യ എന്നുള്ളൊരു സ്ഥാനത്തിൽ അഹങ്കാരമൊന്നും ഞാൻ കാണിക്കുന്നില്ല. എനിക്കതിനുള്ളൊരു അവകാശം ഇല്ലെന്നറിയാം, അതല്ലേ ഇഷിതയ്ക്കാണ്. പക്ഷേ എനിക്കൊരു അവകാശം ഉണ്ടെന്ന് ഇഷിതയ്ക്കും ഇവിടെ ബാക്കിയുള്ള എല്ലാവർക്കും അറിയാം. എൻ്റെ 2 മക്കളുടെ അച്ഛനാണ് അവിടെ അപകടം പറ്റി കിടക്കുന്നത്. അതുകൊണ്ട് അച്ഛൻ എൻ്റെ മുന്നിൽ കൂടുതൽ അധികാരം കാണിക്കാനും എന്നെ ഭീഷണിപ്പെടുത്താനും നിൽക്കരുത്. ഞാൻ ഇനിയും വരും മഹേഷിനെ കാണാനായിട്ട്. ആരൊക്കെ എന്തൊക്കെ തടഞ്ഞാലും ശരി, അതിനുള്ള അവകാശം എനിക്കുണ്ടെന്ന് അച്ഛനും അറിയാം, എനിക്കും അറിയാം. അതുകൊണ്ട് വേറെ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. അച്ഛൻ എന്നെ തടയാനും കഴിയില്ല. മോനാദി വാ, നമുക്ക് ഇപ്പോൾ പോകാം, എന്നിട്ട് നാളെ തിരിച്ചു വരാം എന്നും പറഞ്ഞ് രചന അവിടെ നിന്ന് പോവുക. അപ്പോൾ ആദിക്ക് ഭയങ്കര ഒരു സങ്കടം തോന്നി. ആദ്യമാണെങ്കിൽ ചിപ്പിയെ വിളിച്ചിട്ട് ചിപ്പി ഞാൻ പോവാണ്ട ചിപ്പി, ആദ്യേട്ടൻ പെട്ടെന്ന് ചെല്ലാം ആദ്യേട്ടാ, അല്ലെങ്കിൽ മമ്മി വീണ്ടും പ്രശ്നം ഉണ്ടാക്കും ആദ്യേട്ടാ. അങ്ങനെ ആദ്യം അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ഇഷിതയാണെങ്കിൽ അച്ഛൻ അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു അതുകൊണ്ട് ആദിക്ക് ഭയങ്കര ഒരു സങ്കടമായി. അതുകൊണ്ടാണ് നമ്മളോടൊന്നും യാത്ര പറയാതെ അവൻ പോയി കളഞ്ഞത്. മോളെ പിന്നെ അവളുടെ ആ ഒരു കോപ്രായങ്ങൾ കണ്ട് നോക്കി മിണ്ടാണ്ട് തിരിക്കണമെന്നാണോ നീ പറയുന്നത്? ഒന്നും സാധിക്കാത്ത കാര്യമാണ്. അവളെ എന്തിനാണ് അകത്തേക്ക് കയറ്റി വിട്ടത്? അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. അച്ഛനായി എനിക്ക് പോലും അവനെ കാണാനായിട്ട് സാധിച്ചില്ല. എന്നിട്ട് ഭർത്താവിനെ വഞ്ചിച്ച് വേറൊരു പുരുഷൻ്റെ കൂടെ പോയ അവളെ എന്തിനാണ് മഹേഷിനെ കാണാൻ വേണ്ടി അകത്തേക്ക് കയറ്റി വിട്ടത്? എനിക്ക് അവളെ തടയാനായിട്ട് കഴിയില്ലായിരുന്നു കാരണം അതിനുള്ളൊരു അവകാശം എനിക്കില്ല. എൻ്റെ ചിപ്പി മോളുടെ അമ്മയാണ് അവള്. ആ അവകാശം എനിക്ക് നിഷേധിക്കാനായിട്ട് സാധിക്കില്ല. ഒരവകാശവും ബഹുമാനവും ഒക്കെ ഞാൻ രചനയ്ക്ക് അവസാനം വരെയും കൊടുക്കും. ഇനി എനിക്കൊരു കുഞ്ഞ് ജനിച്ചാൽ കൂടിയും ആ ഒരു അവകാശം അവൾക്കുണ്ടാകും എന്നിങ്ങനെ ഇഷിത സങ്കടത്തോടെ പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചിപ്പിയാണെങ്കിൽ അമ്മേ എന്നും പറഞ്ഞിട്ട് വിളിക്കുകയാണ്. ചിപ്പിയും കരയാണ്, മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടി ചേർത്ത് പിടിച്ച് ഇങ്ങനെ കരയും ചെയ്യാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ആകാശിനെയാണ്. അപ്പോൾ ആകാശ് സുമിയോട് ഇങ്ങനെ സംസാരിക്കുക, ഇതുവരെ വന്നില്ലല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ആകാശെ താങ്കളൊന്ന് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത്, അവരോട് കൂടുതലൊന്നും ചോദിക്കാൻ നിൽക്കണ്ട, ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു. അവള് വരട്ടെ, മഹേഷിനെ കണ്ടുവന്ന് അവളെ ഞാൻ മാലയിട്ട് സ്വീകരിക്കാം, അതാണോ വേണ്ടത് സുമി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെയല്ല, ഇപ്പം ഏതായാലും സംഭവിച്ചല്ലോ, മഹേഷ് രക്ഷപ്പെട്ടതിൽ വളരെയേറെ സന്തോഷമുണ്ട് അവൾക്ക്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയത്. പക്ഷേ സുമി മഹേഷിൻ്റെ മരണം ആഗ്രഹിച്ചിരുന്നു അല്ലേ സുമി? അതായിരുന്നില്ലേ സുമിയുടെ മനസ്സിലെ ആഗ്രഹം? ഞാനങ്ങനെ ആരും മരിച്ചു കാണുമെന്നൊന്നും ആഗ്രഹിച്ചിട്ടില്ല. എന്നോടാണോ സുമി പറയുന്നത്? സുമിയുടെ മനസ്സിലിരിപ്പൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. സുമി പല ഉദ്ദേശങ്ങളോട് കൂടിയാണ് ഇങ്ങോട്ട് വന്നതെന്നും എനിക്കറിയാം. മഹേഷേ ആകാശേ, ഇനി ഈ കാര്യത്തെ കുറിച്ച് പറഞ്ഞ് കൂടുതൽ വഷളാകാൻ നിൽക്കണ്ട, അവർ വരുമ്പോൾ വരട്ടെ, അവരോട് ചുമ്മാ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് സുമി പോകുന്ന ആ സമയത്താണ് വരുന്നു രചനയും ആദ്യം കൂടി കയറി വരികയാണ്. 2 എണ്ണം വന്നല്ലോ. സ്കൂളിൽ പോയിട്ട് വരുന്ന സമയമാണ് ഇത് നിൻ്റെ അല്ലേ? ആരോട് ചോദിച്ചിട്ടാടാ നീ പോയത്? നീ എവിടെ പോയതാടാ എന്നൊക്കെ ഇങ്ങനെ ആകാശം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രചനയാണെങ്കിൽ ആകാശ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത്, അവൾ അവൻ്റെ ഡാഡിയെ കാണാനായിട്ട് പോയതാണ്, അവൻ്റെ ഡാഡിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുകയും ഒക്കെ വഴിപാടുകളെല്ലാം കഴിക്കുകയൊക്കെ ചെയ്തു. അത് ശരി. എടാ, എൻ്റെ വീട്ടിലിരുന്ന് ഞാൻ തീറ്റി പോറ്റിയിട്ട് നീ തോന്നണ സമയത്ത് കയറി വരുന്നു, എന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ നീ പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. ഇനി എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിക്കും. ഇനി നീ അകത്ത് നിൽക്കണോ അല്ലെങ്കിൽ പുറത്ത് പോകണോ എന്നൊക്കെ ഞാൻ തീരുമാനിക്കാം. അങ്ങനെയാണെങ്കിൽ അങ്കിൾ വേഗം ഒന്ന് തീരുമാനിക്കാം. അങ്ങളെ എന്താടാ നീ തർക്കുത്തരം പറയുകയാണോ? നിന്നെ ഞാനുണ്ടല്ലോ. വേണ്ട ആകാശേ എന്ന് രചന പറയുമ്പോൾ അവൾ കണ്ടോ തർക്കുത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മമ്മി വീട് മമ്മി, അങ്കിൾ എന്നെ എന്ത് ചെയ്യാനാണ്? ഒന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല. എന്നെ തല്ലോ കൊല്ലോ എങ്കിലൊന്ന് കാണട്ടെ ഞാനതെന്ന്. അങ്കിള് പെട്ടെന്ന് പറ, ഞാനും മമ്മിയും ഇവിടെ നിൽക്കുന്നത് അങ്കിൾക്ക് ബുദ്ധിമുട്ടാണോ?
ബുദ്ധിമുട്ടാണെങ്കിൽ അങ്കളത് ഇപ്പം പറയണം. പറഞ്ഞാൽ നീ എന്ത് ചെയ്യും? നീ എങ്ങോട്ട് പോകൂടാ? നിന്റെ ഡാഡി നിന്നെയും നിന്റെ മമ്മിയെയും സംരക്ഷിക്കുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? ഉണ്ടോടാ? പറയടാ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അങ്കിളാദ്യം ഞാൻ ചോദിച്ചതിനുള്ള മറുപടി പറ, അതിന് ശേഷമാകാം ബാക്കി വർത്താനം. ഇവന്റെ അഹങ്കാരം ഞാനിന്നുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കഴുത്തിനെ കയറി കുത്തിപ്പിടിക്കുക. ആ സമയത്ത് എല്ലാവരും തടഞ്ഞു നിർത്തി. അപ്പോൾ സുമിയാണെങ്കിൽ നീ ഒന്ന് അകത്തേക്ക് കയറിപ്പോ, നീ എന്തിനാണ് നിൽക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ വിട്, ഇത് ഞങ്ങളുടെ ഫാമിലി പ്രശ്നമാണ്, നിങ്ങൾ എന്തിനാണ് കയറി ഇടപെടുന്നത്? ആദ്യം നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിങ്ങൾ എന്തിനാ അവിടെ നിൽക്കുന്നതെന്ന് എനിക്കറിയാം. നിങ്ങളുടെ മനസ്സിൽ പല ഉദ്ദേശങ്ങളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് എൻ്റെ മമ്മിയെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിച്ച് കൂട്ടുകയാണ്. അതുകൊണ്ട് അത് വേണ്ട. അപ്പോൾ ആകാശമാണെങ്കിൽ സുമി കിട്ടിയല്ലോ, നിനക്ക് കിട്ടേണ്ടത് മുഴുവൻ കിട്ടിയല്ലോ, സമാധാനമായല്ലോ, കേക്ക് എന്ന് പറഞ്ഞപ്പോഴേക്കും രചന ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല, നിന്റെ മകൻ പറഞ്ഞ പറച്ചിൽ കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ആകാശ് ഇവനെ ഞാൻ വെറുതെ വിടില്ല, ഇവനെ ഞാനുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കായ് വെച്ചിട്ട് കാരണത്തിട്ട് അടിക്കാനായിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആദി കൈ ചൂണ്ടിയിട്ട് പറയാ, വേണ്ട, എന്നെ തൊട്ടു പോകരുത് നിങ്ങൾ. അങ്കിളുടെ കൈ താങ്ങാനുള്ള കരുത്തൊന്നും എൻ്റെ കൈക്കില്ല. പക്ഷേ ചില കാര്യങ്ങൾ ഞാൻ ചെയ്യും അങ്കിളെ, ചെയ്തു കഴിഞ്ഞാൽ അങ്കിൾക്ക് പണി കിട്ടും. ചിലപ്പോൾ അങ്കിൾ എന്നെ തല്ലും, ഇടിക്കും, പിടിക്കും. പക്ഷെ അങ്കിൾ എന്നെ കൊല്ലണം. കൊല്ലാതെ വിട്ടുകഴിഞ്ഞാലില്ലേ അങ്കിള് ശരിക്കും പണി പേടും അങ്കിളെ. പക്ഷേ എൻ്റെ ഡാഡി അങ്കിളെ ഒന്നും ചെയ്യില്ല. ഞാൻ ചെയ്യാൻ പോകുന്നത് വേറെ കാര്യമാണ്. നിയമം അങ്കിളെ ചെയ്യും. ഞാനേ ഒരു പരാതി കൊടുക്കും, ബാലപീഡനം എന്നും പറഞ്ഞുകൊണ്ട് അങ്കിൾക്കെതിരെയായിട്ട്. പിന്നെ എന്താ നടക്കാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകാശിൻ്റെ കിളി പറന്നു പോയ അവസ്ഥയിൽ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആദി വീണ്ടും തുടരുകയാണ്. അതുകൊണ്ട് കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഈ ആദി കൊടുത്തിരിക്കും. എൻ്റെ മമ്മിയെയും എന്നെയും ഇത്രയും നാൾ അങ്കിൾ സംരക്ഷിച്ചില്ലേ, അതിനുള്ള നന്ദിയും കടപ്പാടൊക്കെ ഞാൻ കാണിക്കണ്ടേ. അതുകൊണ്ട് അങ്കിളെ കൂടുതലൊന്നും ഞാൻ ചെയ്യാതിരിക്കുന്നത്. ഇനി അങ്കിൾക്ക് എന്നെ തല്ലിയേ മതിയാവുള്ളെങ്കിൽ അങ്കിൾ തല്ല്, അപ്പം കാണാം അങ്കിളെ വിവരം. ഇത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന എൻ്റെ ഡാഡിയാണേ സത്യം. ആദി പറഞ്ഞതുപോലെ തന്നെയാ. കേസ് കൊടുക്കുമെന്ന് പറഞ്ഞാൽ കേസ് കൊടുത്തിരിക്കും. അതുകൊണ്ട് ആദിയോട് കൂടുതൽ കളിക്കാൻ നിൽക്കണ്ടങ്ങളെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദിയുടെ ഒരു പോക്ക്. ആകാശ് ചമ്മി എന്നൊരവസ്ഥ. ആകാശാണെങ്കിൽ രൂക്ഷമായിട്ട് രചനയെ നോക്കുകയാണ് കണ്ണും പിടിച്ച്. നിന്റെ മകനെ ഒരുപാട് അങ്ങോട്ടായിപ്പോയി, നിന്റെ മകനിട്ട് എനിക്ക് പണി കൊടുക്കാനായിട്ട് അറിയാം എന്ന് ആകാശ് പറയാം. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.